തൊഴിലുറപ്പിന് പോണ വീഡിയോ എടുക്കാനെ വിളിച്ചതറിയാം ഷാൾ എടുത്തിട്ട് വന്നതാണ്. ഹേ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞാൻ ഇന്ന് ജിമ്മിന് പോവുകയാണ് സുഹൃത്തുക്കളെ. അതെങ്ങനെയുണ്ട്? എനിക്ക് പണ്ട് കൊച്ചിലെ തൊട്ട് എനിക്ക് ജിമ്മിന് പോകണം, വർക്കൗട്ട് ചെയ്യണം, മസിൽ ഉണ്ടാക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ എൻ്റെ തള്ള സമ്മതിക്കത്തില്ല. ജിമ്മിന് പോയാൽ മുരടിച്ചു പോവും, നീ പൊക്കം വെക്കത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ വിടത്തില്ലായിരുന്നു. സത്യമായിട്ട് എന്നെ എനിക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ പോവാൻ സമ്മതിക്കത്തില്ല. അതുകൊണ്ട് ഞാൻ പോയിട്ടില്ല കൊച്ചിലെ. സാധാരണ എന്ന് വെച്ചാൽ ഒരു 18 അല്ലെങ്കിൽ ഒരു 10ാം ക്ലാസ് ഒക്കെ കഴിയുന്ന സമയത്തെ പിള്ളേരൊക്കെ ഇപ്പൊ ജിമ്മിലൊക്കെ പോകും. ഇപ്പോഴല്ല, അന്നും പോകുമായിരുന്നു. പക്ഷെ എന്തുകൊണ്ടോ അമ്മ എന്നെ വിട്ടില്ല. നിനക്കന്ന് വണ്ണമൊന്നും ഇല്ലല്ലോ. ഉപ്പ് പിന്നെ അങ്ങ് ധാരാളം ഉണ്ടല്ലോ. കുറച്ചൊന്ന് വർക്കൗട്ടൊക്കെ ചെയ്യണം ഗൈസ്, നല്ല ഫുഡൊക്കെ കഴിക്കണം. ഈയിടെയായിട്ട് കുറച്ച് മെലിഞ്ഞു പോകുന്നല്ലേ, ഭയങ്കരമായിട്ട് ക്ഷീണിക്കുന്നു. അപ്പൊ ഞാൻ തന്നെ വിചാരിച്ചു കുറച്ച് മസിലൊക്കെ ആക്കാം. ഒന്നുമില്ല, വെറുതെ. അപ്പോൾ ഗൈസ്, നാം ഇന്ന് തൊട്ട് ജിമ്മിന് പോവുകയാണ് സുഹൃത്തുക്കളെ. ഇന്ന് രാവിലെ പോകുന്നില്ല, വൈകിട്ടേ പോകുന്നുള്ളൂ. പിന്നെ എന്തിനാ കഴിക്കാൻ, എന്തിനാ ഇനി തൊട്ട് അങ്ങോട്ട് ശ്രദ്ധിക്കണം കേട്ടോ എൻ്റെ കാര്യം. കാരണം എന്ന് വെച്ചാൽ നല്ല ഫുഡ്, സമയത്ത് ആഹാരം, നല്ല പോഷകമായിട്ടുള്ള അതൊക്കെ ശ്രദ്ധിക്കണം എൻ്റെത്. അല്ലെങ്കിൽ ജിമ്മിന് പോയിട്ട് ഒന്നും കഴിക്കാണ്ട് ഒടിഞ്ഞു കുത്തി ഇതേണ്ട ഇങ്ങനെ ഇരിക്കും, ഡബിൾ കണക്ക്. അങ്ങനെ ആവും. അമ്മ വരുന്ന അതിൻ്റെ കൂടെ ജിമ്മിന്? ഞാൻ വരാം, വന്നിട്ട് അവിടെ നിൽക്കാം. അല്ല, അമ്മയും കൂടെ വർക്കൗട്ട് ചെയ്യുന്ന മസിലൊക്കെ. വീട്ടിൽ ജോലിയുണ്ട്. എനിക്ക് ദോശയൊന്നും പറ്റത്തില്ല. പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള എന്തെങ്കിലും ദോശക്കെല്ലാം എടുത്ത് വിഴുകാൻ. എന്തരാ ഉള്ളത് ഇന്നെന്തരാ? ഗോതമ്പ് ദോശയാണോ? ഗോതമ്പ് ദോശ, മീൻകറി, പാല് കാച്ചിയതും ബൂസ്റ്റ് ഇട്ട്. മുട്ട ബുൾസയാണോ? ഓ, അമ്മക്ക് അങ്ങനെ എതിർപ്പൊന്നുമില്ല. എന്തായിട്ടേ ഞാൻ തിന്നു, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇല്ല, ഇന്ന് ഞാൻ 2 എണ്ണം തിന്നും. അച്ഛൻ അറിഞ്ഞില്ലല്ലേ ഞാൻ ജിമ്മിന് പോകണം നിന്ന്. ഓ, അച്ഛൻ ഞെട്ടുമായിരിക്കും. അല്ലെങ്കിൽ വേണ്ട, ഞാൻ പോയിട്ടേ മസിലാക്കിയിട്ട് വരാം, എന്നിട്ട് ഒന്ന് ഞെട്ടിക്കാം. എനിക്കതൊക്കെ മതി. നല്ല വർക്കൗട്ടാണെങ്കിൽ 2 ദിവസം കൊണ്ട് മസിൽ വരും. എന്തരാവും എന്തോ. എന്തായാലും ഇന്ന് ഫസ്റ്റ് ഡേ ഓഫ് ജിമ്മാണ് സുഹൃത്തുക്കളെ. റീലൊക്കെ ജിമ്മിന്റെ അകം പോലും ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല എങ്ങനെ ഇരിക്കുന്നു. ഹേ ഗായ്സ്, അപ്പോൾ സമയം ഏതാണ്ട് 6:30 ആയിരിക്കുകയാണ്. അമ്മ, ഞാൻ പോവുക. ചാച്ചാ, പോയിട്ട് വരട്ടെ. എന്തരാവുന്നുണ്ടോ. എനിക്ക് ഓൾറെഡി മസിലൊക്കെ ഉണ്ട്, എന്നാലും ഒടിഞ്ഞു കുത്തിയതാന്നേ ഉള്ളൂ. സാധാരണ ജിമ്മിനൊക്കെ പോകുന്ന ആൾക്കാർ ഇങ്ങനെ ബാഗൊക്കെ ഇടൂലേ, എനിക്ക് ബാഗില്ല. അതല്ലേ ഞാൻ ഇത്ര നാൾ പോവാൻ. എനിക്ക് ജിമ്മിന് പോകുമ്പോൾ ഇടാനായിട്ട് ഒരു ബാഗ് ഇല്ലായിരുന്നു. കളിക്കാൻ പോയപ്പോ ഷൂ ഇല്ലെന്ന് പറഞ്ഞിട്ട് നിർത്തിയത്. ബുള്ളറ്റിൽ പോവല്ലേ? ബുള്ളറ്റില് അതിന്റെ താക്കോൽ ആരും എടുത്ത്. ഈ ബുള്ളറ്റിനകത്ത് ഇന്നലെ അച്ഛൻ എവിടെ കൊണ്ടുവച്ച് താക്കോൽ ആരും ഉരി കൊണ്ടുപോയേട്ടാ. പിന്നെ ലോക്കൊക്കെ പൊട്ടിച്ചിട്ടാണ് വണ്ടി എടുത്തിട്ട് വന്ന. അപ്പൊ ഇതെടുക്കാൻ പറ്റൂല കേട്ടോ, അത് ഓടത്തില്ല. വണ്ടിയൊക്കെ ഉണ്ട്, പക്ഷെ ഒന്നും അങ്ങോട്ട് കണ്ടീഷൻ അല്ല. എന്നാ കാറിൽ പോവാ. ആകെ ഞാൻ 50 കിലോയേ ഉള്ളൂ. ജിമ്മ് അടിക്കാൻ വേണ്ടിട്ട് കാറിലാ പോണെ. അമ്മ വരുന്നാ? ഞാൻ വരുന്നില്ല, എന്റെ അച്ഛൻ വരും ഇപ്പൊ. ഒന്ന് അനുഗ്രഹിക്കന്നെ. ആദ്യം അമ്മ വെയിറ്റ് ഒന്നും എടുക്കത്തില്ലായിരിക്കും അല്ലേ? മറ്റേ അമ്മ പോയിട്ടില്ലേ? എനിക്കറിയത്തില്ല, ഞാൻ കണ്ടിട്ടുകൂടിയില്ല. അമ്മ ഈ പെൺപിള്ളേർ ഇപ്പൊ ജിമ്മിൽ പോകുന്നുണ്ട്. ആൺപിള്ളേർ ഇപ്പൊ ഫുള്ള് മറ്റേ ബ്രൂട്ടീഷ് അടിയും, പെൺപിള്ളേര് മൊത്തം ജിമ്മില്. ഇവിടെ പെൺപിള്ളേരില്ലെന്ന് തോന്നുന്നു. പക്ഷേ അതിനിപ്പോ എന്തു, നമ്മള് സിഗ്മേ അതില്ലേ. അല്ലെങ്കിലും ഗേൾസ് ഉള്ള ജിമ്മില് ഞാൻ പോകത്തില്ല. അതവിടെ ഉണ്ട്. ആ ജഗ് മറന്നുപോയി, കുപ്പി. പോട്ടെ, ടാറ്റ. ലെറ്റ്സ് ഗോ. വിയർക്കുമ്പോ തുടയ്ക്കാൻ തോർത്ത്. ഓ, ഇതിന്റെ ഒന്നും ആവശ്യമില്ല, അതിന് വിയർത്തിട്ട് വേണ്ടേ തുടയ്ക്കാൻ. ഞാൻ ഇത്ര നേരം വീഡിയോ ഇരുന്ന് എഡിറ്റ് ചെയ്തോണ്ടിരുന്നുണ്ട്, അതാണ് ഇത്ര ലേറ്റ് ആയത്. ഓരോ ദിവസമൊക്കെ ഭയങ്കര പെട്ടെന്നാണ് ഗൈസ് പോണം. സത്യം പറഞ്ഞാൽ ഈ ഒരു 2-3 മാസം എനിക്ക് പോയത് ഞാൻ അറിഞ്ഞേ ഇല്ല. അച്ഛനെ വഴിന്ന് കിട്ടി കേട്ടോ. വരുന്നാ? വാ, കേറ്. വണ്ടി അങ്ങോട്ട് ഒതുക്ക്. ഓ, വാ. അച്ഛനെ ഇവിടെ വിളിച്ചിട്ട് പോവാ കേട്ടോ. അച്ഛനോടെ വരുന്നെന്ന് പറഞ്ഞായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ ജിമ്മിന് പോവാന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ അച്ഛനും കൂടെ വരുന്നുണ്ട്. Come on, let's go. എന്താണ് അഭിപ്രായം ഞാൻ ജിമ്മിനെ പോണതിനെ പറ്റി?
നല്ല അഭിപ്രായമാണ്. ഞാൻ ഇതുവരെ പോയിട്ടില്ല, ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ജിമ്മിൽ പോണം. അച്ഛൻ പോയിട്ടുണ്ടോ? ഞാൻ പോയിട്ടുണ്ട്. അച്ഛനൊക്കെ ജിം അടിച്ച് മടുത്ത ആൾക്കാരാ, അതുകൊണ്ട് കണ്ടില്ല. ഇതാണ് സത്യത്തിൽ പണ്ടേ പോവാനുള്ളായിരുന്നു ഞാൻ ജിമ്മിലല്ലേ ചാ. ജിമ്മ് മാത്രം വേണമെന്നില്ല, എന്തെല്ലാം പരിപാടിയുണ്ട്. വേറെ എന്തിനുണ്ട്? ക്രിക്കറ്റ് കളിക്കാനൊക്കെ പോറുണ്ടല്ലോ. പിന്നെ ഞാൻ ഡാൻസും ചെയ്യാറുണ്ട്. അച്ഛൻ അഡ്മിഷൻ എടുക്കുന്ന ഞാൻ മാത്രമേ ഉള്ള. നീ എന്റെ കൂടെ ഒരു കമ്പനിക്ക് വേണ്ട എടുത്തൂടെ? വയ്യല്ലേ അങ്ങ്. ഈ ജോയിന്റ് പെയിൻ വരുമെന്നൊരു പേടിയുണ്ട്. അങ്ങനുണ്ടോ? അങ്ങനുണ്ട്. മുട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അതുകൊണ്ടാ, അല്ല വേറെ പ്രശ്നമല്ല. ഒന്നും ചെയ്യണ്ട, ചുമ്മാ വന്നിരി വെറുതെ. ഹേ ഗൈസ്, അപ്പൊ നമ്മള് ജിമ്മിൽ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അച്ഛാ തകർക്കൂലേ? ഈ കേറുന്ന സ്റ്റെപ്പൊക്കെ തിരിച്ച് ഇതുപോലെ തന്നെ ഇറങ്ങി വന്നാൽ മതിയായിരുന്നു. നമ്മള് വണ്ടി അവിടെ പാർക്ക് ചെയ്ത് കേട്ടോ. ഓ, അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഹേ ഗൈസ്, ഞാൻ വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് എത്തി ഗൈസ്. വർക്കൗട്ട് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുന്നില്ലേ അമ്മ? എന്നിട്ട് അച്ഛൻ പറയുന്നത് നീ വിറച്ചെന്ന് അപമാനിച്ച്. ഓ, അപമാനിതനായി ഞാൻ. വായിക്കോട്ടെ, പറ എന്ത് ചെയ്തേ? ഫുഡ് കഴിക്കാൻ പറഞ്ഞു നന്നായിട്ട്. കഴിക്കത്തില്ല, സമയത്ത് ഞാൻ ഫുഡ് കഴിക്കുന്നില്ല, സമയത്ത് ഉറങ്ങുന്നില്ല. അതുകൊണ്ട് തന്നെ ബോഡി ഭയങ്കര വീക്കാണ്. എനിക്കത് നന്നായിട്ട് മനസ്സിലായിരുന്നു. പറ്റണില്ല ഒന്നും. എങ്ങനെയാണ് മോന്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു. അച്ഛന്റെ മുഖത്തുണ്ടല്ല. വന്ന ഉടനെ പറയുന്നത് ഇവിടെ പാലൊക്കെ ഫുഡ് ഒരുപാട് കഴിക്കണം. പീനട്ട് ബട്ടറും മറ്റേ ബദാമും പാലും ഏത്തപ്പഴമൊക്കെ മേടിച്ചിട്ടുണ്ടെന്ന് സ്മൂത്തി അടിച്ചാൽ കുടിച്ചു കേട്ടോ. ഞാൻ വിഷമായി പോയി. നിന്റെ അച്ഛൻ ഇവിടെ പശുവും പാലില് ഓർഡർ ചെയ്തു. പശുമ്പയുടെ പാലിനും പറഞ്ഞിട്ടുണ്ട്. പവർ പാലല്ല, കടന്നെടുക്കുന്ന പാല് ഇനി തൊട്ട് വരും. വരും, ഇത് പൊങ്ങും. ഇതിപ്പോ നമ്മളെവിടെയെങ്കിലും കിടന്ന് നീ എങ്ങനെ എടുത്തോണ്ട് പോകുന്നാണ് ഇപ്പൊ. ഞാൻ എല്ലാരും അയ്യോ എല്ലാരും പറഞ്ഞേ വായി കുഴപ്പമില്ലല്ലോ, വായുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ എങ്ങനെ രക്ഷപ്പെടും. നിന്റെ അച്ഛന്റെ ഒരു കാലോലും എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കൂവാനുള്ള സ്ട്രെങ്ത് ഒക്കെ ഉണ്ട്. വിളിച്ചു പോവാ. എന്നെ ആർക്കും കൂവി തോപ്പിക്കാനൊന്നും പറ്റത്തില്ല. കൂവല്, ഒച്ചപ്പാടുണ്ടാക്കാം, ഇതിലൊക്കെ എനിക്ക് ഭയങ്കര സ്കില്ല. അതിലെന്നെ ആർക്കും തോപ്പിക്കാൻ പറ്റില്ല. അവിടെ നിങ്ങൾ ചെയ്യുക. അമ്മയ്ക്ക് എന്താണ് പറയാനുള്ളത്? എനിക്ക് പറയാൻ ഒന്നേ ഉള്ളൂ, ആഹാരം കഴിക്കണം. നീ കഴിക്കുന്നില്ല. 3 days later. ഹേ ഗായ്സ്, അപ്പൊ ഞാൻ വർക്കൗട്ട് തുടങ്ങിയിട്ട് ഇന്ന് എത്ര ദിവസമായമ്മ? 3 ദിവസം. ഇന്ന് 3ാമത്തെ ദിവസമാണ് സുഹൃത്തുക്കളെ. ഞാൻ വിചാരിച്ചു നീ ഒരു ദിവസം കൊണ്ട് പോയിട്ട് ഞാൻ നിർത്തും എന്ന് വിചാരിച്ചു. പിന്നെ എനിക്കൊരു ഇതുണ്ടായത്, ജിമ്മായ ഡാൻസ് കളിക്കാൻ പറ്റത്തില്ലെന്ന്, വഴങ്ങത്തില്ലെന്ന് ഒരു സംഭവം വന്നായിരുന്നു. അതാര് പറഞ്ഞു എന്റെ അടുത്ത്? അതാരും പറഞ്ഞില്ല, എനിക്ക് തന്നെ തോന്നിയതാ. പാട്ടായിരുന്നാ? ഞാൻ പേടിച്ചു, എന്തിനാ പറ്റിയത്, നിലവിളിച്ചാണ് തോന്നി. അച്ഛൻ കുറെ നാളെ കൊണ്ട് പാട്ടൊന്നും ഇല്ലായിരുന്നു. പിന്നെ തുടങ്ങിയിട്ടുണ്ട് പാട്ട്. പാട്ട് തുടങ്ങി. അമ്മ ഇവര് വാക്സിൻ എടുക്കുന്ന സമയമായേ. നാളെ കൊണ്ടുവന്ന് വാക്സിനും കൂടെ ഒന്ന് എടുപ്പിക്കണം. കാരണം കറക്റ്റ് സമയത്ത് വാക്സിൻ എടുത്തില്ലെങ്കിൽ യൂറിൻ ഇൻഫെക്ഷൻ അങ്ങനത്തെ ഒക്കെ സംഭവം വരും. പെട്ടെന്ന് അസുഖം വരും. അതുകൊണ്ട് വണ്ണം വെച്ച് വളർന്നു കേട്ടോ. വന്നതിനെക്കാട്ടി കുറച്ച് സൈസ് വെച്ചു. ആരാടുന്നതിന്റെ സ്പീഡ് കണ്ടോ? കൊച്ചു പിള്ളേരെ മൈൻഡ് അവനും 2 മാസം പ്രായമുള്ള കൊച്ചല്ലേ. കൊച്ചുങ്ങളിപ്പോ എന്തെങ്കിലും കിട്ടിയെടുത്ത് വായിലിടൂലേ. എന്തെങ്കിലും ഒരു കവറ് പൊട്ടിച്ചിട്ട് അത് തറയിടുവാന്ന് ഞാൻ അപ്പഴ എടുത്തോണ്ട് തിന്നു. ഞാൻ ഓടിപ്പോ പിടിച്ചു കുറച്ച് വായിക്കുന്നവൻ എടുക്കുന്നത് മഹാകുരുത്തം കിട്ടാനേ. നീ കാണിക്കുന്നവർക്ക് വഴക്ക് പറഞ്ഞ് അപ്പഴേ എവിടെയെങ്കിലും ചെന്നിരിക്കും. ഒന്നും എടുത്ത് തിന്നല്ലെന്ന് നീ തത്തോന്ന്. ഇവന് പറയുന്നൊക്കെ മനസ്സിലാവും കേട്ടോ ഇവന്. ഇതാ ഞങ്ങൾ എന്തെങ്കിലും വഴക്കൊക്കെ പറഞ്ഞ് ഇപ്പൊ പോയി പിണങ്ങിയൊക്കെ ഇരിക്കും. തല ഇങ്ങനെ കൈ 2 നെയ്റ്റി വെച്ചിട്ട് തല ഇങ്ങനെ വെച്ച് ഇങ്ങനെ മിണ്ടാട്ടിരിക്കും കുറെ നേരം. അയ്യോ അമ്മ പോയി. അയ്യോ വെപ്രാളം കണ്ടോ അവന്റെ? കണ്ടോ അമ്മ പോയപ്പോ അവന്റെ വെപ്രാളം കണ്ടോ? ഓടിപ്പോയി. എടാ അപ്പൊ നിനക്ക് എന്നെക്കാട്ടി സ്നേഹം. ഗായകൻ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അച്ഛാ
ഞാൻ ജിമ്മിന് പോയിട്ട് 3 ദിവസമായി. 3 ദിവസം ബസ്സിനൊക്കെ ഇറങ്ങിയേ എനിക്ക് തോന്നുന്നു ഇത്തിരി ഇറങ്ങിയിരുന്നില്ലേ. ഈ അമ്മയുടെ ഒരു കാര്യം തോന്നല അമ്മ നീരാതെ ഞാൻ പറഞ്ഞു. എനിക്ക് വയ്യ സത്യം പറഞ്ഞു. ഞാൻ ഒരു ഷോ പിടിച്ചങ്ങ് ഇരിക്കുന്നതേ ഉള്ളൂ ഇങ്ങനെ. മുട്ടയുണ്ട് കേട്ടോ, 2 മുട്ട. അതൊരു പാലല്ലേ? 2 മുട്ടയും പാലും ഉണ്ട്. അച്ഛന് വേണോ മുട്ട? വേണ്ട 4 ഗ്ലാസ് പോലെ 4 ഗ്ലാസ് പാലൊന്നും കുടിക്കും. ഞാൻ എന്തൊരു കന്നാലി ചെയ്യാൻ. അവക്ക് ഒരു കുപ്പി പാല് കുടിക്കുന്ന അവൻ കുടിക്കുന്നു. ഞാൻ 1 കുപ്പി പാല് കുടിക്കും ഒരു ദിവസം. ഇപ്പൊ 2 ദിവസം കൊണ്ട് എനിക്ക് അങ്ങനെ തരുന്നേ. രാത്രി കുടിക്കുന്നുണ്ടോ? ഞാൻ ഇത്രയും പാലോ കുടിക്കുന്ന ഇപ്പോഴും കേട്ടോ പറഞ്ഞു. ഇത് എന്തൊരു സാധനം അമ്മ. ഉള്ള സാധനം എന്റെ പാടയാ. ഞാൻ വിചാരിച്ചു പശുവിന്റെ അകിടങ്ങണായിരിക്കുന്നു. പുല്ല് എന്തൊരു ഊരിഞ്ഞു വന്നാണ് പോകുന്നത്. അതിനകത്ത് നൂഡിൽസ് ഉണ്ടായിരുന്നു. ഇത് മറ്റേ കറന്ന പാലാട്ടോ, അതാണ് ഈ പാടയൊക്കെ വരുന്നത്. മറ്റേ പാലില് വരൂല കേട്ടോ ഇത്. എല്ലാ പശുവിനും കറന്നിട്ടാ എടുക്കുന്നത്. പിന്നെ പശുത്ത് തോളിന്റെ അവിടെ ഇത് എന്തിനാന്നറിയാമോ? നമ്മളെ ഈ അവിടെ പോയി ജിമ്മിന് പോയിട്ട് നമ്മൾക്ക് ഇറങ്ങുമ്പോ നമുക്ക് എന്തോ മസിലൊക്കെ എന്തോ പോയി കേറി ഇരിക്കുന്ന കണക്ക് തോന്നും. അത് ഗ്യാസ് ഒക്കെ വരും. എങ്ങനെയാണെന്നറിയാമോ? നമ്മൾ വർക്കൗട്ട് ചെയ്തപ്പോഴത്തേക്ക് ഓരോ മസിലും പെയിൻ ഉണ്ടായിട്ട് അത് നമുക്ക് എന്തോ നല്ല ഫിറ്റായ കണക്ക് തോന്നും. അതൊരു 1 മണിക്കൂറോളമൊക്കെ അങ്ങനെ നിൽക്കും. അത് ഫിറ്റൊന്നുമല്ല, ഈ ജോയിന്റ് പെയിനെ കൊണ്ട് ഈ കൈ ഊരി പോകാന്നൊക്കെ തോന്നതാ. ഇവനൊരു പെണ്ണ് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പോവാ. നീ നാള് പറഞ്ഞു നിനക്ക് സെറ്റ് ചെയ്തോളൂ. അവന് നമ്മളെവിടെയൊക്കെ പോകുമ്പോ അവന് ബോറടിക്കും. അവന് വേണ്ട എന്റർടൈൻമെന്റ്. ഇന്ന് എനിക്കത് വന്നപ്പോ എനിക്കത് തോന്നി. ചെറുക്ക് ഒറ്റയ്ക്ക് ഇരിക്കുന്ന കണ്ടപ്പോ എനിക്ക് എന്തോ പോലെ തോന്നി. ആപ്പിയെടുത്ത് ഞാൻ ചോദിച്ചു നേരത്തെ നിനക്ക് കൂട്ട് വേണോന്ന്. നമ്മള് പോകുമ്പോ അങ്ങ് എൻജോയ് ചെയ്യൂടെ. എന്തൊരു നേർച്ചക്ക് ഇരിപ്പിക്കുന്ന നോക്കി. അങ്ങനെ പിടിക്കല്ലേ, എനിക്ക് വേനയാ. എല്ലായിടത്തും വേനയാ. അങ്ങനെയൊന്നും പിടിക്കല്ലേ. തുടങ്ങിയിട്ടില്ല. മസിൽ ഇറങ്ങിയാ നോക്കണ്ടേ? അച്ഛാ ഞെക്കാതെ അച്ഛാ. ഞാൻ പറഞ്ഞില്ല ഇത് നീരടിച്ചിരിക്കുക. ഒത്തി മിണ്ടായിരി. ചെസ്റ്റിനൊക്കെ ഇറങ്ങിയാ നോക്കട്ടെ. മസിൽ ഉണ്ടാക്കി നോക്കണ്ടേ? ഷോയ്ക്ക് അങ്ങനെ ഇരിക്കും. മസിൽ ഉണ്ടാകും നോക്കട്ടെ. നീ ഇരി. ഞെക്കല്ലേ ഈ വേന എടുത്ത് നോക്കട്ടെ. മസിലൊക്കെ അതിന് പിടിച്ച് ഉടച്ചൂടാ. അതിനിപ്പോ തൊട്ടില്ലല്ലേ? എനിക്ക് വേനച്ച വെറമേനച്ചാ. പിടിക്കല്ലേ വേനയത്. അവിടെയൊക്കെ വേനയാ. ഞാൻ ജിമ്മിന് പോയി തുടങ്ങി എന്നുള്ള സന്തോഷ വാർത്ത എല്ലാവരെയും അറിയിച്ച ഒരു വീഡിയോ ആയിരുന്നു ഇത്. 3 ദിവസം ഞാൻ പോയി. ഇനി തുടർന്നും അങ്ങോട്ട് പോകുമെന്ന് ഞാൻ വിചാരിക്കുന്നു, പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ. അപ്പൊ അത്രേ ഉള്ളൂ ഗൈസ് ഈ ഒരു വീഡിയോ. ഹോപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇനി ഇതുപോലുള്ള വെറൈറ്റി വീഡിയോ ആയിട്ടാണെന്നവരെ ബൈ.